അന്ധനായ യാചകൻ അവിടെ വഴിയോരത്തിരുന്ന് ഭിക്ഷ യാചിക്കുകയാണ്. ആൾക്കൂട്ടം പോകുന്ന ശബ്ദം കേട്ടു. അവന് കാഴ്ചയില്ലെങ്കിലും അവൻ്റെ ചെവി അലർട്ടാണ്. അവനിങ്ങനെ എല്ലാം ഒബ്സർവ് ചെയ്യുന്നുണ്ട്. ഒരു വലിയ ജനക്കൂട്ടം പോകുന്നപ്പോൾ അവൻ അന്വേഷിച്ചു. കണ്ടോ, അവൻ അന്വേഷിച്ചു എന്താ അവിടെ ആൾക്കൂട്ടം പോകുന്നത്. അപ്പോഴാണ് അവൻ മനസ്സിലാക്കിയത് ഈശോ വഴിക്ക് പോകുന്നുണ്ട്. ഉടനെ അവൻ വിളിച്ചു പറഞ്ഞു, ദാവീദിന്റെ പുത്ര എന്നിൽ കനിയണമേ. ഈശോയുടെ കൂട്ടത്തിലുള്ളവർ അവനോട് പറഞ്ഞു, മിണ്ടാതിരിക്കടാ, ശബ്ദം ഉണ്ടാക്കല്ലേ. അവൻ ശബ്ദം ഉണ്ടാക്കാതിരുന്നോ? ഇല്ല, അവൻ ഉറക്കെ വിളിച്ചു പറഞ്ഞു, ദാവീദിന്റെ പുത്ര എന്നിൽ കനിയണമേ. അതാണ് വിശ്വാസം. എൻ്റെ ഈശോ എന്നെ കൈവിടില്ല. ഇവരൊക്കെ തടഞ്ഞാലും ആ ഈശോയിൽ ആശ്രയിച്ചുകൊണ്ടാണ് അവൻ ഉറക്കെ വിളിച്ചു പറഞ്ഞത്, ദാവീദിന്റെ പുത്ര എന്നിൽ കനിയണമേ. ഈശോ അടുത്ത് വന്ന് ചോദിച്ചു, നിനക്ക് ഞാൻ എന്ത് ചെയ്യണം നീ ആഗ്രഹിക്കുന്നത്? എനിക്ക് കാഴ്ച കിട്ടണം. ഈശോ അവന് സുഖപ്പെടുത്തി, അവന് കാഴ്ച ലഭിച്ചു. തിരുവചനം പറയുന്നു, അവൻ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് അവൻ്റെ പിന്നാലെ പോയി, യേശുവിൻ്റെ പിന്നാലെ പോയി. കാഴ്ച കിട്ടിയപ്പോൾ രണ്ട് കാര്യം ചെയ്തത്, ദൈവത്തെ സ്തുതിച്ചു, യേശുവിൻ്റെ പിന്നാലെ പോയി. അനുഗ്രഹങ്ങൾ ലഭിക്കുമ്പോൾ നമ്മളൊക്കെ ചെയ്യേണ്ട രണ്ട് കാര്യമാണ്. ഒന്ന്, ദൈവത്തെ സ്തുതിക്കണം. രണ്ട്, യേശുവിൻ്റെ പിന്നാലെ പോകണം. വേറെ ആരുടെയും പിന്നാലെ പോകരുത്.